സാരംഗവും ചേരുന്നുണ്ട്. സാരംഗ, ഒട്ടേറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതുന്ന സാഹചര്യം, നല്ല മാർക്ക് ലഭിക്കും ആദ്യ പരീക്ഷയിൽ എന്ന് പ്രതീക്ഷിച്ചിരുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷൻ ഉണ്ടാകും. അതേസമയം കൂടുതൽ തയ്യാറെടുക്കാൻ സമയം ലഭിച്ചു എന്ന് ആശ്വസിക്കുന്നവരും ഉണ്ടാകും. പരീക്ഷ ആരംഭിക്കുമ്പോൾ എന്താണ് സാഹചര്യം? തീർച്ചയായും അഭിലാഷ, ഒരു രണ്ടാം വട്ടം നടത്തുന്ന ഒരു പരീക്ഷയുടെ എല്ലാവിധ ആശങ്കകളും കുട്ടികളുടെയും ഒപ്പം മാതാപിതാക്കന്മാരുടെയും മുഖത്ത് വളരെ വ്യക്തമായിട്ടും കാണാനുണ്ട്. ഇപ്പോൾ പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിലാണ് തിരുവനന്തപുരത്തെ. ഇവിടെ ഇപ്പോൾ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാതാപിതാക്കന്മാർ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എത്രാമത്തെ തവണയാണ് ഈ വർഷമാണ് ആദ്യമായിട്ട് റിപ്പീറ്റ്? ആദ്യത്തെ എക്സാം നല്ലതായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ടഫായിരിക്കും എനിക്കും അറിയാം, മോക്കും അറിയാം. എങ്കിലും കുഴപ്പമില്ല, ഈസി ആയിട്ട് പോട്ടെ. ഓക്കെ. കഴിഞ്ഞ വർഷം എഴുതിയാണോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ക്രാഷ് എഴുതിയായിരുന്നു. എങ്ങനെയാണ് ആദ്യത്തെ എക്സാം? നല്ല എളുപ്പമായിരുന്നു. അതെ, റദ്ദാക്കിയത് വലിയ ബുദ്ധിമുട്ടായല്ലോ. അത്തരത്തിലാണ് ഇവിടെ ഈ ഒരു ഫ്ലൈ ഓവറിന് മുകളിൽ നിറയെ മാതാപിതാക്കന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതലും അമ്മമാരാണ് മുഴുവനായിട്ടുള്ളത്. കുട്ടികൾ അകത്ത് എക്സാം എഴുതുമ്പോൾ അതിൻ്റെ എല്ലാ ആശങ്കകളും ഇവിടെ ഇവരുടെ മുഖത്ത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നേരത്തെ അനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ. ഒരു വിദ്യാർത്ഥി ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അഭിലാഷ. അവരെ ഒരു 1:30 കഴിഞ്ഞ് ഇവിടേക്ക് എത്തിയത് കൊണ്ട് തന്നെ അവർക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. അതിനൊപ്പം തന്നെ മറ്റെല്ലാവരെയും കൃത്യമായി അകത്തേക്ക് കയറ്റാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഫ്ലക്സ് ബോർഡിലടക്കം കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അകത്തേക്ക് കയറ്റാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അധിക കുട്ടികളും ടീഷർട്ടിലും ട്രാക്ക് സ്യൂട്ടും ആയിരുന്നു ഡ്രസ്സായി ധരിച്ചു കൊണ്ടുവന്നത്. കാരണം ബട്ടൺസ് പോലും വലിയ ബുദ്ധിമുട്ടാണ്. അത്ര കണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളോട് നടത്തിയ പരീക്ഷയാണ് നമ്മൾ ഈ ഒരു ദേശീയ തലത്തിൽ രണ്ടാമത് നടത്തുന്നത് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്തിനായാലും ഇത്തവണ അത്തരത്തിലുള്ള പരീക്ഷാ ചർച്ചകളൊന്നും ഇല്ലാതെ വളരെ ശുഭകരമായി തന്നെ പരീക്ഷ എഴുതിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രതീക്ഷയുമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചകൾ വരുന്നത്. അഭിലാഷ്. യെസ്, നീറ്റ് പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.